അപ്പം നമ്മൾ ഇന്നൊരു പോഡ്കാസ്റ്റ് തുടങ്ങാമെന്ന് വിചാരിച്ച്. ഇപ്പം ഞാനും മാമനുമാണ് നമ്മളെ ചാനലിലുള്ളത്. അപ്പോൾ നമ്മൾ രണ്ടുപേരും കാണും. അപ്പോൾ നമ്മൾ ഓരോ വിഷയത്തിനെക്കുറിച്ച് ഇങ്ങനെ നമ്മളുടെ അഭിപ്രായങ്ങളും എക്സ്പീരിയൻസും എല്ലാം പറഞ്ഞ് ഒരു വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മളെ ജീവിതത്തിലുണ്ടായ ഹൊറർ എക്സ്പീരിയൻസുകളെ കുറിച്ചാണ്. അപ്പോൾ മാമ തുടങ്ങിക്കോളൂ. പിശാചിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ തീരുമാനിച്ചിരിക്കുന്നത്. പിശാച് ഇല്ല എന്നുള്ള കാര്യം ഒരുവിധപ്പെട്ടവർക്കെല്ലാം അറിയാം. സിറ്റിയിലൊക്കെ താമസിക്കുന്നവർക്ക് 100% അറിയാം. പിന്നെ ഗ്രാമങ്ങളിലും ഉൾപ്രദേശങ്ങളിലും ഒക്കെ ഉള്ളവർക്ക് ഒരുപക്ഷെ ഇപ്പോഴും പിശാച് എന്നുള്ള ഒരു സങ്കല്പത്തിന് ഒരു ഭയമുണ്ടാവാം. കാരണം പ്രകാശം എവിടെ വന്നാലും അവിടെ പിശാച് ഉണ്ടാവില്ല എന്നുള്ള കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാവുന്നുള്ളത് കൊണ്ട് അതുകൊണ്ട് തന്നെ പിശാചില്ല എന്ന് 100% നമുക്ക് തറപ്പിച്ച് പറയാൻ പറ്റും. പിശാച് എന്ന് പറയുന്നത് ഒരു സാങ്കല്പിക കഥയാണ്. അത് ചില മതഗ്രന്ഥങ്ങളിലൂടെ കടന്നു വന്ന ഒരു കള്ളക്കഥയാണത് പിശാച് എന്നുള്ളത്. അല്ലാതെ യഥാർത്ഥമായിട്ട് ഒരു ബന്ധവും അതിനില്ല. ഇപ്പോൾ ഈ പിശാച് എന്ന ടോപ്പിക്ക് അല്ലെങ്കിൽ ഹൊറർ എന്ന ടോപ്പിക്ക് കൂടുതൽ വേര് ഓടാൻ കാരണം തന്നെ ഹോളിവുഡ് പ്രസ്സാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ ഹോളിവുഡ് സിനിമകൾ ഉണ്ടാക്കിയ ഈ ഒരു ചലനം അത് വലിയൊരു ചലനമാണ് ഈ ഹൊറർ ഇൻഡസ്ട്രിയിൽ തന്നെ. ഭയങ്കരമായ ചലനം. ഇപ്പം ബ്രാം സ്റ്റോക്കർ എന്ന് പറയുന്ന പുള്ളിക്കാരൻ്റെ ആ ഒരു നോവൽ ഡ്രാക്കുള കോട്ട എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അതിലുണ്ടാക്കിയ ചലനം എന്ന് പറഞ്ഞാൽ വലുതാണ്. ഈ വാമ്പയർ ഡ്രാക്കുള ഹൊറർ സംഭവം എന്നൊക്കെ ഭയങ്കര ചലനമാണ്. അങ്ങനെ മലയാള സിനിമയിലും ഉണ്ട് യക്ഷി. മലയാള സിനിമയിൽ യക്ഷിയുടെ കഥ ജയന്റെ ഒരു പടമുണ്ട്, എന്താ സർപ്പോ എന്താ ഒരു കൃഷ്ണപരന്ത്. അങ്ങനെ കുറേ സിനിമകൾ മലയാളത്തിലുമുണ്ട്. പിശാച് എന്ന കഥാപാത്രത്തെ ഉണ്ട് എന്ന് സങ്കല്പിക്കുന്ന രീതിയിലൊക്കെ ഉള്ള കഥാപാത്രങ്ങൾ സിനിമകൾ കുറേ ഉണ്ട്. മലയാള സിനിമയുടെ കാര്യം പറയുമ്പോഴത്തേക്ക് മലയാളത്തിലെ യക്ഷികളെല്ലാം ശാലീന സുന്ദരികളാണ്. കണ്ണും തുറച്ച് നോക്കി നിൽക്കും പുളക പരതന്ത്രനായി. അങ്ങനെ മലയാളികൾക്ക് സുന്ദരികളെയാണല്ലോ ഇഷ്ടം. അതുകൊണ്ടാണ് അങ്ങനെ ആ സുന്ദരികളായിട്ടുള്ള യക്ഷികളെ അവതരിപ്പിക്കുന്നത്. അത് വെള്ള സാരി ഉടുത്തൊരു ശാലീന സുന്ദരി അങ്ങോട്ട് നീടലായി വിഷയമാണ്. പിന്നെ നമുക്കറിയാലോ, നമ്മുടെ ഈ അടുത്ത് തന്നെ ഇവിടെ ഒരു 3 പേര് ആത്മഹത്യ ചെയ്ത ഒരു വീടുണ്ട്. എന്നാൽ ഇതൊരു 10-25-30 വർഷത്തിന് മുമ്പായിരുന്നെങ്കിൽ ഇതൊരു ഭയങ്കരമായ പിശാചിൻ്റെ ഒരു കുടീരമായിരുന്നു ആ വീട്. ഭീകരമായ ഒരു അന്തരീക്ഷമൊക്കെ ആയിരുന്നു. എന്നാൽ ആ വീട്ടിനകത്തൊക്കെ ഇന്ന് 3-4 ഫാമിലി അതിനകത്ത് താമസിക്കുന്നുണ്ട്. അവർക്കാർക്കും ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒന്നാമതെന്ന് പറയുന്നത് നമുക്ക് മുഖപരിചയമാണ്. ഇതിനകത്ത് മരിച്ചുപോയ ആൾക്കാരുടെ മുഖം നമുക്ക് പരിചയമുണ്ടെങ്കിലാണ് നമുക്ക് അവരുടെ ഓർമ്മകൾ വരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഈ വന്ന് താമസിക്കുന്നവർക്ക് ഈ ആൾക്കാരെ കുറിച്ച് ഒരു അറിവുമില്ല. അപ്പോൾ പിന്നെ അവർക്ക് എന്ത് പിശാച്. അപ്പോൾ ഞങ്ങളൊക്കെ ഗൾഫിൽ ചെന്ന് കിടക്കുന്ന പല ബിൽഡിങ്ങുകളിൽ ഞങ്ങൾ താമസിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ആരൊക്കെ മരിച്ചിട്ടുണ്ട്, അവരൊക്കെ ചത്തിട്ടുണ്ടെന്ന് ആർക്കറിയാം. നമ്മൾ ഈ ഇരിക്കുന്ന സ്ഥലത്തിന്റെ അടിയിൽ എത്ര ശവകുടീരങ്ങളുണ്ടെന്ന് ദൈവത്തിന് മാത്രം അറിയാം. ചിലപ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ ഒരു ശ്മശാനമായിരുന്നിട്ടുണ്ടാവും. അതൊന്നും നമുക്കറിയാൻ പറ്റില്ലല്ലോ. പഴയ സിവിലൈസേഷൻ കാലഘട്ടത്തിലൊക്കെ ഇവിടെ ചിലപ്പോൾ ശ്മശാനമായിരുന്നിട്ടുണ്ടാവോ ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പം നമ്മുടെ ഓർമ്മകളാണ്, അല്ലെങ്കിൽ ആ മുഖത്തിനോടുള്ള ഒരു പരിചയമാണ് നമ്മുടെ പിശാചിനെ ഭയപ്പെടുത്തുന്നത്. നമുക്കറിയാമല്ലോ, ഈ തിരുവനന്തപുരം ജില്ലയിൽ സുമതി വളവ് എന്ന് പറഞ്ഞിട്ടൊരു വളവുണ്ട്. അവിടെ എന്ന് പറഞ്ഞിട്ട് സാമൂഹിക വിരുദ്ധരുടെ ഒരു വിളയാട്ടമാണ്. രാത്രി എന്നും പിശാച് വരുന്നെന്ന് പറഞ്ഞിട്ട് അവിടെ ഭയങ്കര പ്രശ്നങ്ങളുണ്ട്. അവിടെ അതിന് ചെയ്യാനുള്ള എന്താ, ഒരു 4 വിളക്കുകൾ അവിടെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ അപ്പോൾ പിശാചുണ്ടോ ഇല്ലയോ. ഈ സുമതി വളവിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഒരു യാത്ര നടത്തിയിരുന്നു സുമതി വളവിൽ. അവിടെ ഭീകരമായ ഒരു അന്തരീക്ഷവും അല്ലെ ഒരു പൈശാചികമായ ഒരു 100 പ്ലേസോ ഒന്നൊന്നും തോന്നുന്നില്ല. ഒരു സാധാരണ ഒരു ടാറിട്ട വഴി ഒരു കാടിന്റെ നടുക്കാണെന്നേ ഉള്ളൂ. അപ്പോൾ അത് പകലും അവിടെ വലിയ വെട്ടവും കാര്യങ്ങളൊന്നുമില്ല. ഒരു ഫോറസ്റ്റ് ഏരിയയാണ്, എല്ലാവർക്കും അറിയാം. എങ്കിലും ആ ഒരു ഹൊറർ ഫീലിംഗ് ഒന്നുമില്ല. നമ്മൾ രാവിലെയാണ് പോയത്. രാത്രിയത്തെ കാര്യം എന്താണെന്ന് അറിയില്ല. പല ആൾക്കാരും പറയാറുണ്ട് അവിടെ രാത്രി ആ വഴി ചെല്ലുന്നത് ഇപ്പോഴും അവിടെ അവരുടെ എൻജിൻ അണയുന്നു, ഒരു സ്ത്രീ വന്ന് മുന്നിൽ നിൽക്കുന്നു എന്നൊക്കെ പറയുന്നു. അതെല്ലാം പറച്ചിലുകളാണ്. അതിപ്പം നമ്മൾ ഇപ്പം ഈ സുമതി വളവിന്റെ കഥ അറിഞ്ഞ ഒരാള് ആ സുമതി വളവിൽ കൂടെ സഞ്ചരിക്കുന്നത് വെച്ച് മനസ്സിൽ ആ പ്രേതത്തിന്റെ ഇവിടെ സുമതി വന്ന് നിൽക്കും നമ്മളുടെ വണ്ടിയുടെ മുമ്പിൽ എന്ന് വണ്ടി സ്റ്റാർട്ടാവൂല. പിന്നെ ഒരു പാനിക്കിംഗ് ആണ്. പിന്നെ നമ്മുടെ ഈ ആൾക്കാരുടെ സ്വാഭാവികമായിട്ടും നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഉണ്ടാകാനുള്ള ചെറിയ കാരണം എന്ന് പറയുന്നത് മതങ്ങൾ തന്നെ കുഞ്ഞിലെ മുതലേ അവരുടെ മനസ്സിലേക്ക് മതങ്ങൾ കുറേ പിശാചിനെ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അമ്മമാർ ആഹാരം കൊടുക്കുമ്പോഴൊക്കെ ഈ കുഞ്ഞുങ്ങളുടെ മനസ്സിലിങ്ങനെ
രാത്രി നീ ഉറങ്ങിയില്ലെന്നുണ്ടെങ്കിൽ പിശാചു വന്ന് പിടിച്ചുകൊണ്ട് ജനലിൽ കൂടെ ഊച്ചാണ്ടി വരും, അത് വരും ഇത് വരും എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞുങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ട്. പിന്നെ ഭക്ഷണം കൊടുക്കുന്ന സമയത്തുമൊക്കെ ഇങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് കുട്ടികളെ പേടിപ്പിക്കുന്നുണ്ട്. ഈ ചെറിയ കുഞ്ഞുനാളിൽ മുതൽ നമ്മുടെ മനസ്സിൽ വീഴുന്ന ഈ ഓരോ വിത്തുകളും അത് മുള പൊട്ടി വളരുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ വലുതായി കഴിഞ്ഞാലും നമുക്ക് പെട്ടെന്നൊരു സംഭവം ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സ് ഭയപ്പെട്ടു പോവുകയാണ്. ഒരു ഇരുട്ടത്ത് നമ്മൾ ഒറ്റപ്പെട്ടു പോകുമ്പോൾ ഒരു നിഴൽ കണ്ടാലോ ഒരു വാഴയില കണ്ടാലോ അല്ലെങ്കിൽ ചെടികളൊന്ന് അനങ്ങുന്ന കണ്ടാലോ അവിടെ പിശാചുണ്ടോ എന്നുള്ള തോന്നലുകൾ വരികയാണ്. ശരിക്കും ഇത് തോന്നലാണ്. പിശാചി എന്നൊരു സാധനം ഇല്ല എന്നുള്ളത് തന്നെയാണ് സത്യം. പിശാച് എന്ന് പറയുന്ന മനുഷ്യനാണ് അല്ലേ? മനുഷ്യനാണ് പിശാചായിട്ട് അവതരിക്കുന്നത്. ഇപ്പൊ ഒരാൾക്ക് ഒരു വസ്തു വേണമെന്ന് വെച്ചാൽ അവിടെ ഒരു 100 സ്റ്റോറി അങ്ങ് ഇറക്കി വിട്ടാൽ മതി, അല്ലെങ്കിൽ ഒരു പ്രേതബാധ ഉണ്ടെന്ന് വരുത്തി തീർത്താൽ അവർക്ക് വസ്തു വില കുറച്ച് മേടിക്കാൻ. അതൊക്കെ തന്നെയാണ് അതിന്റെ തന്ത്രങ്ങൾ. പണ്ട് ഇഷ്ടം പോലെ നടത്തിയിരുന്ന കഥകളാണ് ഇവിടെ ഈ പരിസരത്ത് ഫുള്ളും. അങ്ങനെയൊക്കെ തന്നെയാണ് ഇതിന്റെ സംഭവങ്ങൾ നടക്കുന്നത്. അല്ലാതെ പിശാചി എന്നുള്ളത് ഇല്ല എന്നുള്ളത് പല സാഹചര്യങ്ങളിലും തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. പിശാച് എന്നൊരു സങ്കല്പമില്ല. അതിനോടൊപ്പം തന്നെ ഈശ്വര വിശ്വാസവും. അതിലേക്ക് നമ്മളിപ്പോൾ കടക്കുന്നില്ല, അതൊരു വേറൊരു വിഷയമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. അപ്പം നിങ്ങൾ വാദിക്കുമായിരിക്കും ഇപ്പോൾ എഡ് ആൻഡ് ലൊറൈൻ പോലത്തെ ദമ്പതിമാരുണ്ട്, ഇപ്പോൾ പാരാനോമൽ ആക്ടിവിറ്റി ചെയ്യുന്ന എഡ് ആൻഡ് ലൊറൈൻ പോലത്തെ ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പോൾ കൊഞ്ചറിങ് ഫിലിം സീരീസിലൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവരുടെ ഓരോ പാരനോമൽ ആക്ടിവിറ്റീസും സംഭവങ്ങളൊക്കെ. അപ്പം അതൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് അതൊക്കെ ഒരു ബിലീവബിൾ ഫാക്ടർ എന്ന് പറയാൻ പറ്റില്ല. അതെല്ലാം എന്താണ്, ഒരു സ്പിരിറ്റ് അല്ലെങ്കിൽ ഒരു സോഴ്സ് ഓഫ് എന്താണ്, ഒരു ശക്തി എന്ന് മാത്രമേ പറയാം. അതൊരു ഈവൽ സ്പിരിറ്റ് അങ്ങനത്തെ പറയുന്നില്ല അതിന്. സിനിമകൾ കണ്ടിട്ട് സിനിമയിലുള്ളതൊക്കെ സത്യമാണെന്ന് വിചാരിക്കുന്ന എത്രയോ ലക്ഷക്കണക്കിന് ജനങ്ങളുണ്ട്. MGR കയ്യിൽ നിന്ന് കത്തി തെറിച്ച് പോയപ്പോൾ കത്തി എന്നാ പിടിച്ചോ അണ്ണയെന്ന് പറഞ്ഞ് കത്തി എറിഞ്ഞു കൊടുത്ത സമൂഹമാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ നമ്മുടെ നാട്ടിലെ ജനങ്ങളെ എന്ത് വേണമെങ്കിലും പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ പറ്റും. പക്ഷെ അതിലൊന്നും കാര്യമില്ല. യഥാർത്ഥത്തിൽ പിശാചില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. അതിനകത്ത് ഒരു തർക്കവും വേണ്ട. പിശാച് എന്ന് പറയുന്ന ഒരു സങ്കല്പം തന്നെ, സങ്കല്പമേ ഉള്ളൂ. യാഥാർത്ഥ്യമായിട്ട് അതിന് ഒരു ബന്ധവുമില്ല. ഇപ്പോൾ പിശാചെന്ന് പറഞ്ഞ് നമ്മുടെ സിനിമയിൽ എക്സാജറേറ്റ് ചെയ്ത് കാണിക്കണം. ഇപ്പോൾ കൊഞ്ചറിങ് സിനിമയിൽ തന്നെ ഇപ്പോൾ മറ്റേ ആരാണ് ആ ഒരു ഈവൽ ക്യാരക്ടർ ബാക്ഷിബ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം പറയുന്നുണ്ടെങ്കിലും അത് എല്ലാം ഒരു ഫിക്ഷനൈസ്ഡ് രീതിയിലാണ് പറയുന്നത്. ഇപ്പോൾ എഡ് ആൻഡ് ലൊറൈൻ അവർ പാരാനോമൽ ആക്ടിവിറ്റീസും സംഭവങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് അറിയാമല്ലോ, അത് 1980-70 കാലഘട്ടത്തിലായിരുന്നു. അപ്പോഴത്തേക്കുള്ള ബിലീവബിൾ ഫാക്ടർ എത്രത്തോളമാണെന്ന് നമുക്കറിയാമല്ലോ. ആ കാലഘട്ടത്തിലെ ആൾക്കാരുടെ മെൻറ്റാലിറ്റിയും കാര്യങ്ങളൊക്കെ അങ്ങനെയായിരുന്നു. അവർ ചിലപ്പോൾ ഒരു വാഴയുടെ കൈയിറങ്ങിയാലും അത് പ്രേതമാണെന്ന് വിചാരിക്കും. ഇത് അമേരിക്കയിലും യൂറോപ്പിലാണ് നടന്നത്. ഇങ്ങനെ നമ്മൾ ഇത് പറയുന്നതോടെ ഇപ്പോൾ നമ്മളിപ്പോൾ ചാനലുകൾ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും പിശാചിനെ ഒഴിപ്പിക്കൽ. ഇതിപ്പോൾ ഒരു ഭയങ്കര ബിസിനസ്സായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം ഒരു വിശ്വാസത്തിൻ്റെ കൂട്ടത്തിന് മൊത്തത്തിൽ പിശാച്, ആ പിശാചിനെ ഒഴിപ്പിക്കുന്ന ആൾ വന്ന് കൈ തൊടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും വെള്ളം കൊണ്ട് തൊടുകയോ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും കുടഞ്ഞ് ബാക്ടീരിയ പോലെ അങ്ങനെ കുടഞ്ഞ് വീഴുകയാണ്. എല്ലാവർക്കും പിശാച് കംപ്ലീറ്റ് പേർക്ക്. ആ ഒരു കൂട്ടത്തിൽ 2000 പേരുണ്ട്, 2000 പേര് അദ്ദേഹത്തും പിശാച്. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാക്കുന്നത്? അതിൻ്റെ റിഹേഴ്സൽ നടക്കുന്ന വീഡിയോകളൊക്കെ വേറെ ഇറങ്ങിയിട്ടുണ്ട്. എന്താ പറയുക, ഇവർക്ക് ഉണ്ട് അഭിനയിപ്പിക്കുന്ന വീഡിയോകൾ വേറെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത്തരം തട്ടിപ്പുകളാണ് ഇതിൻ്റെ പിന്നിലെല്ലാം ഉള്ളത്. അതുകൊണ്ട് ആരും ഇത്തരം തട്ടിപ്പുകളിൽ വീഴരുത്. 100% പിശാച് എന്ന് പറയുന്നത് ഇല്ല എന്നുള്ളതാണ് സത്യം. പിശാച് നിലനിൽക്കണമെങ്കിൽ ദൈവം എവിടെയുണ്ടോ അവിടെയെല്ലാം പിശാചുമുണ്ട്. അതിന് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റുന്ന ഒന്നല്ല. കാരണം ഒരു ഗുഡ് സ്പിരിറ്റ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു ബാഡ് സ്പിരിറ്റ് അതിൻ്റെ സ്വാഭാവികമായിട്ട് അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതിന് ഏറ്റവും ഉദാഹരണമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു സിനിമ എടുത്താൽ തന്നെ നമുക്കത് മനസ്സിലായി. ഒരു നല്ല കഥാപാത്രം അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രം ഉണ്ടെങ്കിൽ അവനൊരു വില്ലനുണ്ടെങ്കിൽ മാത്രമേ ആ കഥ വിജയിക്കുകയുള്ളൂ. ഉദാഹരണത്തിന് നമ്മളെ മോഹൻലാലിൻ്റെ എന്താ സിനിമ കിരീട സിനിമ എടുത്താൽ തന്നെ കിരീട സിനിമയിൽ നല്ലവനായ മോഹൻലാലിനേക്കാൾ ആ പടം വിജയിപ്പിച്ചതിൻ്റെ കാരണം വില്ലനായ കീരിക്കടൻ ജോസഫ്. ഇത് തന്നെയാണ് ഈ പിശാചിൻ്റെ കഥയും. എവിടെയാണോ വിശ്വാസങ്ങളെ നിലനിർത്തണമെന്നുണ്ടോ അവിടെ പിശാചിനെ കാണിച്ച് ഭയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ആ ഭയപ്പെടുത്തലാണ് ഈ വിശ്വാസം നിലനിൽക്കുന്നത്. ഇത്രയേ ഉള്ളൂ. അല്ലാതെ ഒരിക്കലും പിശാചി എന്ന് പറയുന്ന ഒരു സങ്കല്പം
പ്രപഞ്ചത്തിൽ ഇല്ല എന്നുള്ളതാണ് സത്യം. പ്രത്യേകിച്ച് കോവിഡിന് ശേഷം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കോവിഡിന് മുമ്പ് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ 12 മണി എന്ന് പറയുമ്പോഴേ ഒരു പൈശാചിക ഏറ തുടങ്ങുകയാണെന്നാണ് വിചാരം. വെളിയിൽ ഇറങ്ങാൻ പറ്റില്ല, ജനൽ തുറക്കാൻ പറ്റില്ല, കഥ തുറക്കാൻ പറ്റില്ല, എന്തോ ഒരു നിഗൂഢമായ സമയം എന്ന രീതിയിൽ നമ്മൾ അറിയും. ഇന്ന് നമ്മൾ 3 മണിക്കും 4 മണിക്കും വെളിയിൽ ചായ കുടിക്കാനും വെള്ളം കുടിക്കാനും പോകുന്നു. രാത്രി 12 മണിക്കും 3 മണിക്കും 4 മണിക്കൊക്കെ നമ്മൾ വരുന്ന ഒരു വിശ്വാസമില്ല. പക്ഷേ ഗ്രാമപ്രദേശങ്ങളിലുള്ളവരൊക്കെ ഇപ്പോഴും അവർ ഭയപ്പെടുന്നുണ്ട്. അവർ കാരണം അവിടെയൊക്കെ ഇങ്ങനെയുള്ള അനിഷ്ട സംഭവങ്ങളൊക്കെ നടക്കുന്ന പ്രദേശങ്ങളിലൂടെയൊക്കെ അവർക്ക് കടന്നു പോകാനൊക്കെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടും ഭയവുമാണ്. കാരണം ഈ ആത്മാവുണ്ട് എന്നുള്ള തോന്നല്. ചില ഒരു കാലഘട്ടത്തിൽ മറ്റേ ഈ നമ്മളെ നാട്ടുപ്രദേശം ബാറ്റ്മാൻ എന്ന് ഇറങ്ങിയിട്ട് എല്ലാം തട്ടിപ്പാണ്, എല്ലാം തട്ടിപ്പ് കഥയാണ്. ബാറ്റ്മാൻ ഇറങ്ങിയിട്ട് എല്ലാവരും ഭയപ്പെടുത്തുമായിരുന്നു. ചില ഗ്രന്ഥങ്ങളിൽ ആത്മാവിനെ കുറിച്ച് പറയുന്നുണ്ട്, ചില ഗ്രന്ഥങ്ങൾ ആത്മാവിനെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്, ആത്മാവുണ്ട് എന്നുള്ളത്. അത്തരം ആ സമൂഹത്തിൽ വളരുന്നവർക്ക് ഈ ആത്മാവിനെ ഭയമാണ്. അപ്പോൾ ഒരാൾ മരിച്ചുപോയോ ആത്മഹത്യ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ വീടും പരിസരത്തിൻ്റെ അവിടെയൊക്കെ പോകുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ഭയങ്കര പേടിയായിരിക്കും. ഇദ്ദേഹത്തിൻ്റെ ആത്മാവുണ്ട്, കാരണം ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കിടക്കാനല്ലോ കുഞ്ഞുനാളിലെ ആത്മാവ് മറുജന്മം ഇതൊക്കെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് തോന്നുകയാണ് ഈ ആത്മാവിടെ എങ്ങാനും കാണും. അപ്പോൾ പുള്ളി നോക്കുമ്പോൾ എല്ലാം ആത്മാവ് തന്നെയാണ്. ആത്മാവിന്റെ കാര്യം ലോകമെമ്പാട് എല്ലാ ജനവിഭാഗത്തിലും ഏത് സമൂഹത്തിലും ഉള്ളൊരു കോൺസെപ്റ്റാണ് ഈ ആത്മാവ്, സ്വർഗം, നരകം എന്നൊക്കെ എല്ലാ ഇപ്പൊ നമ്മൾ ഇപ്പൊ ജാപ്പനീസ്, ചൈനീസ്, ഏത് നമ്മൾ മിത്തോളജി എടുത്ത് നോക്കി, ഗ്രീക്ക് മിത്തോളജി എടുത്ത് നോക്കിയാൽ ഹെല്ല് ഇപ്പൊ ഓഡിന്റെ കാലത്തിൽ അവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് സ്പാർട്ടൻസ് ഏത് ഇതിലും നമ്മൾ എല്ലാം. ഈ പ്രപഞ്ചം മൊത്തത്തിൽ തന്നെ ഒരു കണക്ടിവിറ്റീവാണ്. ഒരു കാറിനെ തന്നെ എടുത്തു നോക്കിയേ, എഞ്ചിനുണ്ട്, ബോഡിയുണ്ട്, എന്നാൽ ടയറിലേക്ക് വണ്ടി ഓടത്തില്ല അല്ലേ? ടയറില്ലാതെ വണ്ടി ഓടില്ല. എഞ്ചിൻ എത്ര ശക്തിയുള്ള എഞ്ചിൻ ആയിക്കോട്ടെ, എത്ര നല്ല ശക്തിയുള്ള ബോഡി ടയർ ഇല്ലെങ്കിൽ വണ്ടി ഓടില്ല. ഇതേപോലെ തന്നെയാണ് എത്ര ശക്തിയുള്ള ദൈവം ആയിക്കോട്ടെ, പിശാചില്ലെങ്കിൽ സംഭവം ഓടില്ല. അപ്പോൾ പിശാചിനെ അത്രയും ശക്തിപ്പെടുത്തിക്കൊണ്ട് നിലനിർത്തിയാൽ മാത്രമേ ദൈവം നിലനിൽക്കൂ. അതുകൊണ്ട് തന്നെ പറയുന്നു, പിശാച് എന്ന് പറയുന്ന ഒരു സങ്കല്പം ഭൂമിയിൽ ഇല്ല ഇല്ല ഇല്ല. മംഗലശ്ശേരി നീലകണ്ഠനുണ്ട്, പക്ഷേ മറ്റേ മുണ്ടക്കൽ ശേഖരൻ ഇല്ലെങ്കിൽ മംഗലശ്ശേരി നീലകണ്ഠനും ഇല്ല. അതാണ് സത്യം. അപ്പം നമ്മുടെ ഹൊറർ പരിപാടി, നമ്മളുടെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് ഹൊറർ ഇത്രയാണ് നമുക്ക് അനുഭവങ്ങൾ പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും കണ്ടവർക്കും താങ്ക് യു. നമ്മൾ ഇതേപോലെ വ്യത്യസ്തമായ ടോപ്പിക്കുകളുമായിട്ട് ഞാനും മാമനും വരുന്നതാണ്. ഓക്കെ.